ഹായ് സുന്ദരീസ്, ഈ സൽവാർ മേടിച്ചു മുതൽ ഞാൻ വിചാരിക്കണം കേട്ടോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇടണമെന്നുള്ളത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വൈറ്റ്, നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ടാണുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. മെബിലിന്റെ ടാറ്റു സ്റ്റുഡിയോ കാജൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. എന്റെ കൂടെ തന്നെ ഒരു സ്മഡ്ജറും ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ലിപ് വിപ്പിന്റെ ഈ ഒരു ഷെയ്ഡ് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ന്യൂഡ് പിങ്ക് ബ്രൗൺ ഷെയ്ഡ്. എന്റെ മുടി നല്ല ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്താലോ എന്ന് ഞാൻ കരുതുന്നു. ജസ്റ്റ് ഒരു ബാൻഡ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട്, എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ വർക്കായിരുന്നു. ഇപ്പൊ വർക്കാവൂന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വെറുതെ നോക്കി നോക്കാം. ശരി, ഇപ്പൊ വർക്കാവുന്നില്ല. ഇങ്ങനെ നല്ലടാ, എനിക്ക് അതാണ് പറയാൻ തോന്നുന്നത്. നീളമുള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എനിക്ക് പക്ഷെ വർക്കായില്ല. ഒരു എരിവാല് വൈബ് വേണ്ട, അഴിച്ചിടാം. പക്ഷെ നമുക്ക് വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഷോർട്ട് ഹെയറിലും ചേരുന്നതാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇതിപ്പോ എല്ലാവരെയും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ജസ്റ്റ് ഇങ്ങനെ പിരിച്ചെടുക്കുക, ഒരു സ്ലൈഡ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. അതേപോലെ തന്നെ ഇതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ രണ്ട് ഭാഗവും കൂടിയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് സെക്ഷൻസും കൂടിയിട്ട് ഞാനൊരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്കൊക്കെ വലിച്ചിടാം. കമ്മല് കുറെ നാളായിട്ടോ ഞാൻ ജൂക്കി ഇട്ടിട്ട്. രസമുണ്ടല്ലേ പെർഫ്യൂം. നമുക്ക് ഈ ന്യൂഡ് ഹീൽസ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് എനിക്ക് ഇടാനും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. പിന്നെ സൂക്കിന്റെ ബാഗാണ്. എനിക്കിങ്ങനെ കുറച്ചധികം ക്യാരി ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വലിപ്പത്തിലെ ബാഗ് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പൊട്ടും കൂടെ കുത്തി റെഡി. ഇനി നമുക്ക് പോവാം.